Hi, welcome to Andrea. SSC CGL previous year ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് ആ വീഡിയോസ് എല്ലാം തന്നെ കാണാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ കുറേ നാളായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ റീസെൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതും അവിടെ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ഇതിന് മുമ്പുള്ള സെഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ യൂട്യൂബ് നമ്മുടെ ചാനലുണ്ട്. ആൻഡ് ഇനി വരുന്ന സെഷൻസ് മിസ്സാവാതിരിക്കാൻ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വരാതിരിക്കുന്ന SSC CGLൻ്റെ എക്സാമിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻസ് കൊണ്ടുപോകുന്നത്. ഇതുകൂടാതെ ഇനി ഫ്യൂച്ചറിലേക്ക് അടുത്ത വർഷത്തെ CGLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു സീരീസ് ചെയ്ത് നോക്കാം. ബിക്കോസ് നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലെ ക്വസ്റ്റൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത വർഷം വരുന്ന CGLനായാലും ഈ ഒരു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു പ്രാക്ടീസ് ഡെയിലി കണ്ടിന്യൂസ്ലി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും CGLൻ്റെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ഫോർമുലാസും വലിയ വലിയ കൺസെപ്റ്റിലേക്കൊന്നും പോകാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ അപ്രോച്ചസ് വഴി എങ്ങനെയാണ് ക്വസ്റ്റൻസിനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ട്രിഗ്നോമെട്രിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമിലർ ട്രയാങ്കിൾസിൻ്റെ കൺസെപ്റ്റിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഏരിയാസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ABC ആൻഡ് DEF ആർ H² centimeter square and Y² centimeter square respectively, and EF equal to A centimeter, then BC is എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ തന്നേക്കുന്നത് രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ട്രയാങ്കിൾ നമ്മുടെ ABC എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാങ്കിൾ DEF ആണ്. ഇനി നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഈ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും നമ്മുടെ ഏരിയ ഓഫ് triangle ABC divided by triangle DEF എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ ഈ ഒരു സൈഡ്സിൻ്റെ സ്ക്വയറിന്. അപ്പോൾ ഏതൊക്കെ സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന സൈഡ്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ EFഉം BCനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ EFഉം BCയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ആംഗിളിൽ BCയുടെ സ്ക്വയർ ബൈ നമ്മുടെ EFൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അറിയാവുന്ന വാല്യൂസ് എല്ലാം നമുക്ക് ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന എല്ലാ വാല്യൂസും ഇൻ ടേംസ് ഓഫ് ആൽഫബറ്റ്സിലാണ് തന്നേക്കുന്നത്, നമ്പേഴ്സ് അല്ല. സോ ഈവൻ നമുക്ക് ആ തന്നേക്കുന്ന ആൽഫബറ്റ്സിനെ നമുക്ക് ഇങ്ങോട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ABCയും അതുപോലെ ഏരിയ ഓഫ് DEFഉം നമുക്കറിയാം H² Y². സോ നമുക്ക് ആ ഒരു വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H² ബൈ Y² ഈക്വൽ ടു നമുക്ക് BC ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് BC അതുപോലെ തന്നെ എഴുതാം. BC² ഡിവൈഡഡ് ബൈ നമ്മുടെ EFൻ്റെ സ്ക്വയർ. EF എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന A ആണ്. സോ നമുക്ക് A² എന്ന് വരും. സോ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് BC ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് BC² ഈക്വൽ ടു നിങ്ങൾക്കറിയാം BC² എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ A² ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. സോ A² H² ബൈ Y² എന്ന് വരും. സോ A² H² ബൈ Y². അപ്പം നമുക്കിപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന BCയുടെ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ BCയുടെ വാല്യൂ എന്ന് പറയുന്നത് BC ഈക്വൽ ടു ആ ഒരു സ്ക്വയേഴ്സ് എല്ലാം അങ്ങ് മാറ്റിയാൽ നമുക്ക് HA ബൈ Y അല്ലെങ്കിൽ AH ബൈ Y എന്ന് കിട്ടും. സോ AH ബൈ Y സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ AH ബൈ Y. അപ്പോൾ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ, AH ബൈ Y. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അത്യാവശ്യം ബേസിക് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക, അത് യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റൻസിനെ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് പോകാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റായ നമ്മുടെ തേർഡ് പ്രൊപ്പോർഷനും മീൻ പ്രൊപ്പോർഷൻ്റെ ഒക്കെ കൺസെപ്റ്റിലെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ തന്നിരിക്കുന്നത് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 1.6 and 3.6 and the third proportion of 5 and 8. ഇപ്പോൾ രണ്ട് കൺസെപ്റ്റ് ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ പ്രൊപ്പോർഷൻ്റെ കൺസെപ്റ്റും അതുപോലെ തന്നെ മീൻ പ്രൊപ്പോർഷൻ്റെ കൺസെപ്റ്റും രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഇത് രണ്ടും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം, എന്നിട്ട് നമുക്ക് അതിൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് മീൻ പ്രൊപ്പോർഷനെ കുറിച്ചാണ്. സോ നമ്മൾ ആ ഒരു മീൻ പ്രൊപ്പോർഷൻ്റെ കൺസെപ്റ്റ് ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം മീൻ പ്രൊപ്പോർഷൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു B² എന്ന് പറയുന്ന റൂട്ട് ഓഫ് AC അല്ലെങ്കിൽ B എന്ന് പറയുന്ന റൂട്ട് ഓഫ് AC ആണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മീൻ പ്രൊപ്പോർഷൻ്റെ ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി B ഈക്വൽ ടു റൂട്ട് ഓഫ് AC തന്നെ എടുക്കാം സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. സോ B ഈക്വൽ ടു റൂട്ട് ഓഫ് AC അല്ലെങ്കിൽ നമ്മൾ B² എടുത്തിട്ട് പിന്നെ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് താഴേക്ക് റൂട്ട് എടുത്ത് താഴേക്ക് കൊണ്ടുവരേണ്ടി വരും. സോ ഡയറക്റ്റ്ലി നമുക്ക് B ഈക്വൽ ടു AC. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസിനെ ഡയറക്റ്റ്ലി നമുക്ക് റൂട്ടിൻ്റെ അടിയിലേക്ക് അങ്ങ് എടുക്കാം. സോ B ഈക്വൽ ടു ആ റൂട്ടിൻ്റെ അടിയിൽ നമുക്ക് തന്നേക്കുന്ന 1.6 3.6 നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് അതിനെ 16/10 എന്നും
ഇൻറ്റു നമുക്ക് 36/10 എന്നും എടുക്കാം, ആ ഡെസിമൽസ് ഒന്ന് മാറ്റാൻ വേണ്ടി. സോ നമുക്കത് എടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. സോ നമ്മൾ ഇനി ഇതിനെ ഒന്ന് റൂട്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്കറിയാം 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്, നമ്മുടെ 36ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. ആൻഡ് 2 10 ഉണ്ടായതുകൊണ്ട് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര 10 എടുക്കത്തുള്ളൂ? 1 10 എടുക്കത്തുള്ളൂ. സോ അതാണ് നമ്മുടെ ബിയുടെ വാല്യൂ. നമുക്ക് തൽക്കാലം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാതെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. എന്താണ് നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഡെസിമലിലേക്ക് പോകും, നമുക്ക് സോൾവ് ചെയ്യാൻ മേ ബി ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് വരാം. സോ തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. നമുക്ക് വേണമെങ്കിൽ തിരിച്ച് വന്നിട്ട് വേണമെങ്കിൽ തന്നെ റിസോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്പേഴ്സിനെ ചെറുതാക്കി തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക, വലുതാക്കാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ റഫ് ആക്കാതിരിക്കാൻ നോക്കുക. നമുക്കത് റഫ് ആക്കും തോറും അല്ലെങ്കിൽ വലുതാക്കും തോറും സോൾവ് ചെയ്യാനും ബുദ്ധിമുട്ട് വരും നമുക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്കത് പിന്നെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരുമിച്ച് ആക്കാൻ പറ്റും, ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോഴത്തേന് ആക്ച്വലി അവിടെ വരുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ A:B പ്രൊപ്പോർഷണൽ ടു നമ്മുടെ B:C എന്നൊരു കൺസെപ്റ്റാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ തേർഡ് പ്രൊപ്പോർഷൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഇതും മീൻ പ്രൊപ്പോർഷൻ തന്നെ കൺസെപ്റ്റാണ്, പക്ഷേ അതിൽ തേർഡ് പ്രൊപ്പോർഷൻ മിസ്സിംഗ് ആണ്. ഓക്കെ, മീൻ പ്രൊപ്പോർഷൻ തന്നെ കൺസെപ്റ്റിൽ തേർഡ് പ്രൊപ്പോർഷൻ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ A:B:C ഉണ്ടെങ്കിൽ അതിൽ നമ്മളിവിടെ പ്രൊപ്പോർഷണൽ സിമ്പിൾ ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ A:B പ്രൊപ്പോർഷണൽ ടു B:C, അതിൽ C എന്ന് പറയുന്നതാണ് തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് മീൻ പ്രൊപ്പോർഷണൽ കണ്ടീഷൻസ് വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നേക്കുന്ന വാല്യൂസ് ഒന്ന് ഇടുവാണെങ്കിൽ നമുക്കിവിടെ 5 നമുക്ക് തന്നിട്ടുണ്ട്, അഗെയിൻ 8 ഇവിടെ വരും, ആൻഡ് അഗെയിൻ 8 ആൻഡ് നമ്മുടെ C. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് വരുന്നത്. സോ നമ്മളിതൊന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ ഈ ബിയും സിയും കൂടി ഒരുമിച്ചെടുക്കും, ഈ നടുക്കുള്ള മീൻ വാല്യൂ ഒരുമിച്ചെടുക്കും, നമ്മളിതിൻ്റെ എക്സ്ട്രീം വാല്യൂസിനെ ഒരുമിച്ചെടുക്കും, ഇതിൻ്റെ മീൻ വാല്യൂവിനെ ഒരുമിച്ചെടുക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്? 5/8 = 8/C എന്നിട്ട് പിന്നെ ക്രോസ് ഒക്കെ ചെയ്യും. സോ അത്രയ്ക്ക് സമയം കളയുന്നതിന് പകരം വളരെ പെട്ടെന്ന് നമുക്കിത് ഇപ്പോൾ 8 × 8 64 ആണെന്നറിയാം. നമുക്ക് ഇവിടെ 5C വരും. അങ്ങനെയാണെങ്കിൽ C = നിങ്ങൾക്ക് എന്ത് വരും? 64/5 എന്ന് വരും. സിമ്പിളായിട്ട് നോക്കിയേ, ഇങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അറിയാം? ആ പറഞ്ഞ മീൻ പ്രൊപ്പോർഷൻ അറിയാം, ഇവിടുത്തെ തേർഡ് പ്രൊപ്പോർഷൻ നമുക്കറിയാം. ഇനി ഇത് രണ്ടിൻ്റെ റേഷ്യോ എടുക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി റേഷ്യോ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ഇവിടെ കിട്ടിയേക്കുന്ന ആ ഒരു ബിയും നമ്മുടെ സിയും, മീനും തേർഡ് പ്രൊപ്പോർഷനും. സോ മീൻ പ്രൊപ്പോർഷൻ 4 × 6/10 നമ്മുടെ തേർഡ് പ്രൊപ്പോർഷൻ 64/5. നമ്മളിതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് ക്യാൻസൽ ചെയ്ത് നമുക്കിവിടെ 2 ആക്കാം. നമുക്കിവിടെ 64 ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു 4 ഉണ്ട്, അതുകൂടാതെ ഇവിടെ ഒരു 2 ഉണ്ട്. സോ ആ 2ഉം 4 കൂടി ഒരുമിച്ച് 8 എന്നൊരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 8 എന്ന് വരും. സോ ഈ 2 നമുക്ക് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 × 8 നമുക്ക് ഇവിടെ 16 എന്ന് വരും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വരുന്നത് എന്തുമാത്രമാണ്? 3 മാത്രമാണ്. സോ നമ്മുടെ ആൻസർ 3:16 എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. 3:16. സോ അഗെയിൻ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ 3:16 ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ: എ പേഴ്സൺ ലെൻഡ് സർട്ടൈൻ സം ഓഫ് മണി അറ്റ് ദി ആനുവൽ റേറ്റ് ഓഫ് 25% ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. റേറ്റിൻ്റെ പേഴ്സൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് 25% ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയുന്നത് ഇൻ 6 years ദ ഇൻട്രസ്റ്റ് എമൗണ്ടഡ് ടു ₹360 മോർ ദാൻ ദി സം ലെൻഡ്. വാട്ട് ഈസ് ദി സം ലെൻഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ടൈമും തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 6 years ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്കവിടെ പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ റേറ്റിൽ ഈ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പളിനേക്കാളും ₹360 കൂടുതൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ആ പ്രിൻസിപ്പൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടുന്ന് റേറ്റ് അറിയാം, ടൈം അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊത്തം നെറ്റ് റേറ്റ് എന്ന് പറയുന്നത് മൊത്തം പലിശയുടെ പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു പേഴ്സൻ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 25% വെച്ച് 6 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 150% ആണ് മൊത്തം വരുന്നത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ പലിശ എന്ന് പറയുന്നത്. നമുക്കറിയാം യൂഷ്വലി നമ്മൾ പ്രിൻസിപ്പളിനെ എടുക്കുന്നത് എങ്ങനെയാണ്? 100% ആയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പളിനെ എടുക്കുന്നുണ്ട്. പ്രിൻസിപ്പൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ 100% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെറ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പലിശ മാത്രം 150%. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടി ഒരു റേഷ്യോ ആംഗിളിലേക്ക് ഒന്ന് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അവിടെ വരാൻ പോകുന്നത് പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റിനെയും നമ്മൾ റേഷ്യോ ആംഗിളിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ 100% ആണെങ്കിൽ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കിട്ടിയത് എത്രയാണ്? 150%. ആൻഡ് ക്വസ്റ്റനിൽ അവർ അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് ക്യാൻസൽ ചെയ്ത് കുറച്ചുകൂടി ചെറുതാക്കുകയാണെങ്കിൽ 2:3 എന്നും വരും. ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പളും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 360 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കൂടുതലാണ്, 360 മോർ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് മോർ എന്ന് നോക്കാം. റേഷ്യോ ടേംസിൽ എത്രയാണ് മോർ? 1 ആണ് മോർ. ആൻഡ് ഈ 1നെയാണ് എന്തെന്ന് തന്നേക്കുന്നത്? നമുക്ക് ₹360 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
1 എന്ന് പറയുന്നത് 360 ആണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ചോദിച്ചേക്കുന്നത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1 360 ആണെങ്കിൽ 2 എത്ര എന്ന് കണ്ടുപിടിച്ചപ്പോൾ ആൻസർ കിട്ടാൻ. അപ്പോൾ 1 × 360 ആണ് 360. അങ്ങനെയാണെങ്കിൽ 2 × 360 എന്ന് പറയുന്നത് എത്ര വരും? 720 എന്ന് വരും. 360യുടെ ഡബിൾ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 720 വരും. പക്ഷേ നിങ്ങൾക്കിതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊന്ന് മൈൻഡിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം 25%-ഉം 6 വർഷവും 150% നമുക്കവിടെ നോക്കുമ്പോൾ അറിയാം. പ്രിൻസിപ്പിൾ 100 ആണ്, ഇത് 150 ആണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ജസ്റ്റ് 50 ആണ്. ആ ഡിഫറൻസ് 50 എന്ന് പറയുന്നതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? 360 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 എന്ന് പറയുന്നത് 360 ആണെങ്കിൽ 100 എന്ന് പറയുന്നതായിരിക്കും പ്രിൻസിപ്പിൾ, ആൻഡ് 100 എന്ന് പറയുന്നത് 360 ഡബിൾ ആയിരിക്കും 720. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെ ആൻസർ എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അതിനെ ഒന്ന് ആലോചിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എഴുതാതെ തന്നെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നമ്മളുടെ വേറെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയിലേക്കോ എമൗണ്ടിൻ്റെ ഫോർമുലയിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. നമ്മൾ അല്ലാതാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. മാക്സിമം ഫോർമുലാസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, നമ്മുടെ ലോജിക്കലി തന്നെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ട്രയാങ്കിൾ സർക്കിൾ ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ സർക്കിളിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ സർക്കിളിൻ്റെ ഇൻ സർക്കിൾ നിങ്ങൾക്കറിയാം, സർക്കം റേഡിയസ് ഇൻ റേഡിയസ്, ആ ഒരു കൺസെപ്റ്റിലെ ക്വസ്റ്റ്യനാണ് തന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ദ സൈഡ് ഓഫ് എ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 12 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ സർക്കംസ്ക്രൈബിങ് ദിസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? അപ്പോൾ ഒരു സർക്കിളുണ്ട്, ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്നത് സർക്കം റേഡിയസിൻ്റെ കൺസെപ്റ്റാണ് വരുന്നത്, നിങ്ങൾക്കറിയാം. ഇപ്പോൾ സർക്കം റേഡിയസിനെ നമുക്ക് തൽക്കാലം ക്യാപിറ്റൽ R എന്നെടുക്കാം. നമുക്കിനി ഈ പറയുന്ന ട്രയാങ്കിളുടെ സൈഡ് തന്നിട്ടുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 12 സെൻറ്റിമീറ്റർ ആണ് സൈഡ് തന്നിരിക്കുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സോ 3 12 തന്നെ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന ആ ഒരു റേഡിയസിൻ്റെ വാല്യൂ ഓക്കെ, അല്ലെങ്കിൽ ആ മെഷർ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സർക്കം റേഡിയസിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കം റേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABC/4A ആണ് നമ്മുടെ സർക്കം റേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ABC/4A അതിൻ്റെ ജനറൽ ഫോർമുലയാണ്. അതെന്ന് പറയുന്നത് ഏത് ട്രയാങ്കിളും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇനി അതിലെ ABC എന്നൊക്കെ പറയുന്നത് സൈഡ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാം. ABC ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ABC എന്ന് പറയുന്ന സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, എയും ബിയും സി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആണ് ABC എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒരു ക്യാപിറ്റൽ A ഉണ്ട്. ഈ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി വാല്യൂസ് എല്ലാം ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ABC, അപ്പോൾ A × B × C. പക്ഷേ നമുക്കിവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 12 × 12 × 12 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 12ൻ്റെ ക്യൂബ് വരും, ഡിവൈഡഡ് ബൈ 4 × എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറയുന്നത്? √3/4A². √3/4A². അഗെയിൻ A എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. സോ 12ൻ്റെ സ്ക്വയർ. ഇനി നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 12ൻ്റെ സ്ക്വയറും ഇവിടെ 12ൻ്റെ ക്യൂബും ക്യാൻസൽ ആവും. ഇവിടുന്ന് ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആവും. സോ നമുക്കിവിടെ ഫൈനലി വരാൻ പോകുന്നത് 12/√3 എന്ന് വരും. നമുക്കറിയാം ഡിനോമിനേറ്ററിൽ റൂട്ട് വരാൻ പാടില്ല. സോ നമ്മൾ അതിനെ √3/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ √3/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് √3 × √3 3 എന്ന് വരും. ആ 3യും നമ്മുടെ ഈ 12 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമ്മുടെ ആൻസർ 4√3 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ വരും. സോ 4√3 സെൻറ്റിമീറ്റർ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കം റേഡിയസും ഇൻ റേഡിയസിൻ്റെ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സർക്കം റേഡിയസിൻ്റെ ഫോർമുലയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ B 4√3 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. ആൻഡ് നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഒരു ടൈം ആൻഡ് വർക്കിൻ്റെ തന്നെ നമ്മുടെ ഒരു ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ വർക്ക് കൺസെപ്റ്റ് പോലത്തെ ഒരു ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. A, B and C can complete a piece of work separately in 10, 20 and 40 days respectively. Aയും Bയും Cയും ഒരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 days, 20 days and 40 days ആണ്. In how many days will the work be completed if A is assisted by both B and C every third day? അപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് തീരും, എങ്ങനെയാണ് വർക്ക് പോകേണ്ടത്? ബിയും സിയും എനെ അസിസ്റ്റ് ചെയ്യുന്നത് എല്ലാ തേർഡ് ഡേ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ബിയും സി എന്ന് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, എല്ലാ തേർഡ് ഡേയ്സിലും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 3, 6, 9, 12 അങ്ങനെയുള്ള ഡേയ്സിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടൈം വർക്കിൻ്റെ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ എഫിഷ്യൻസിയും ചെയ്യാനുള്ള വർക്കൊക്കെ എത്ര എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ 3 പേരാണുള്ളത്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ചെയ്യാനെടുക്കുന്ന ഇവർ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10,
20 and 40 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഇവരുടെ വർക്ക് ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു നമുക്ക് ടോട്ടൽ LCM ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 40 എന്ന് വരും. ഇനി വർക്കായി നമുക്കിനി ഇവിടെ എഫിഷ്യൻസിയിലേക്ക് പോവുകയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കറിയാം 4 × 10 ആണ് 40. നമുക്കറിയാം എഫിഷ്യൻസിൻ്റെ ടൈം എന്ന് പറയുന്നതാണ് വർക്ക്. അതുപോലെ 2 × 20 ആണ് 40, 1 × 40 ആണ് 40. ടോട്ടൽ എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ 7 ആണ് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ പോകുന്ന വർക്കിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടിയുള്ള രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതിയെടുക്കാം. അപ്പോൾ ഇത് കയ്യിൽ എണ്ണി എടുക്കാൻ പറ്റും നമുക്ക്, പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ടൊന്ന് പ്രോപ്പർലി എഴുതിപ്പോൾ. അപ്പോൾ ഞാൻ ഈ 1 എന്നിട്ടേക്കുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം ആര് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്? A മാത്രം. ഇനി രണ്ടാമത്തെ ദിവസം ആര് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്? A മാത്രം. ആൻഡ് മൂന്നാമത്തെ ദിവസം ആര് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പം മൊത്തം 3 ദിവസം. ഇനി ആദ്യത്തെ ദിവസം എത്ര വർക്ക് നടക്കും? A ഒരു ദിവസം ചെയ്യുന്നത് 4 യൂണിറ്റ്സ് ഓഫ് വർക്കാണ്. A അഗെയിൻ അടുത്ത ദിവസം ചെയ്യുന്ന 4 യൂണിറ്റ്സ് ഓഫ് വർക്കാണ്. ആൻഡ് തേർഡ് ഡേ Aയും Bയും Cയും കൂടി ചെയ്യുന്നത് 7 യൂണിറ്റ്സ് ഓഫ് വർക്കാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് മൊത്തം 3 ദിവസം. ഓക്കെ, 3 ഡേയ്സ്. ആ 3 ഡേയ്സ് കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്? നമുക്കിവിടെ 4 + 4 8, 8 + 7 നമുക്ക് 15 യൂണിറ്റ് വർക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. 15 യൂണിറ്റ് വർക്ക് തീരുന്നുണ്ട്. നമുക്ക് എത്ര യൂണിറ്റാണ് തീർക്കാനുള്ളത്? നമുക്ക് 40 യൂണിറ്റ്സ് ആണ് തീർക്കാനുള്ളത്. മൊത്തം 40 യൂണിറ്റ്സ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 ഡേയ്സ് കൊണ്ട് 15 യൂണിറ്റ് തീരുന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഡേയ്സ് കൊണ്ട് എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ആവും? അതിൻ്റെ ഇരട്ടി കംപ്ലീറ്റ് ആവും. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 30 യൂണിറ്റ് കംപ്ലീറ്റ് ആവും. പക്ഷേ അഗെയിൻ നമുക്ക് 40 ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും 6 ഡേയ്സ് കൊണ്ട് 30 കംപ്ലീറ്റ് ആവുമെന്ന് നമുക്ക് മനസ്സിലായി. എന്ന് കഴിഞ്ഞാൽ ഇനി ഇവിടെ 4, 5, 6 എന്നുള്ളത് എന്ത് തന്നെ റിപ്പീറ്റ് ആവും. ഈ എഴുതിയേക്കുന്നത് തന്നെ റിപ്പീറ്റ് ആവും. സോ വീണ്ടും നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കതിനെ അഗെയിൻ ഈ പറയുന്ന പോലെ 15 യൂണിറ്റ് കംപ്ലീറ്റ് ആവുമെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതാണ് നമ്മളവിടെ 6 ഡേയ്സ് എന്നൊരു ആംഗിളിൽ വളരെ പെട്ടെന്ന് എടുത്തേക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അത് കഴിയുമ്പോൾ വീണ്ടും 7th ഡേ നിങ്ങൾക്കറിയാം A B A + B + C, വീണ്ടും A, വീണ്ടും A, പിന്നെ A + B + C എന്ന് വരും. ഇനി വീണ്ടും ആരായിരിക്കും വരുന്നത്? A ആയിരിക്കും വരുന്നത്. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും 8th ഡേ ആരായിരിക്കും വരുന്നത്? A ആയിരിക്കും വരുന്നത്. 9th ഡേ ആയിരിക്കും ആര് വരുന്നത്? Aയും Bയും Cയും വരുന്നത്. അപ്പോൾ 9th ഡേ വരെ പോകില്ലോ നമുക്ക് നോക്കാം. അപ്പോൾ എഗെയിൻ നമ്മുടെ A എന്ന് പറയുമ്പോൾ നമുക്ക് എഗെയിൻ അവിടെ എത്ര യൂണിറ്റ് നടക്കും? 4 നടക്കും. ഇവിടെ വീണ്ടും 4 നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 15ഉം ഇവിടുന്ന് 15ഉം ഇവിടുന്ന് 4 + 4 നമുക്ക് എത്ര വരുന്നുണ്ട്? 8 എന്ന് പറയുമ്പോൾ 15 + 15 + 8 നമുക്ക് 38 യൂണിറ്റ് ഇവിടെ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. 38 യൂണിറ്റ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി അടുത്ത ദിവസം നിങ്ങൾക്കറിയാം ഇവർ വരുവാണെങ്കിൽ എത്ര യൂണിറ്റ് ചെയ്യാൻ പറ്റും? 7 യൂണിറ്റ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് 7 ചെയ്യാനുണ്ടോ? ഇല്ല. നമുക്കിനി പെൻഡിങ് എത്രയേ ഉള്ളൂ? നമുക്കവിടെ 40 യൂണിറ്റിൽ 38 ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്കിനി റിമൈനിങ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 2 യൂണിറ്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം വേണ്ട, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അടുത്ത ദിവസം ചെറിയൊരു പോർഷൻ മതി. അങ്ങനെയാണെങ്കിൽ മൊത്തം എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത്, ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇവിടെ നമുക്ക് എടുത്ത 8 ഡേയ്സും അതുകൂടാതെ നമുക്കിനി എത്ര ചെയ്യാൻ ബാക്കിയുണ്ട്? 2 കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷെ എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് 7 ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ മൊത്തം 7ൽ 2 മതി. സോ 8 2/7 ഡേയ്സ് ആണ് നമുക്ക് ഈ ഒരു വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മാക്സിമം സ്റ്റെപ്സ് ലൈക്ക് ഈ ഒരു സ്റ്റെപ്സ് മൊത്തം തന്നെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം കയ്യിൽ എഴുതിയെടുക്കാവുന്നതോ അല്ലെങ്കിൽ കയ്യിൽ എണ്ണി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് റഫ് പേപ്പറിൽ വളരെ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ എഴുതിയെടുക്കാവുള്ളൂ. 4 4 7 4 4 7 ഇങ്ങനെ ചുമ്മാ മാത്രം ഒന്ന് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ എഴുതുന്നത് മാക്സിമം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത്രയും മാത്രം ചിലപ്പോൾ എഴുതേണ്ടി വരും. അതിനുശേഷം മേ ബി നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് ചുമ്മാ ഒന്ന് എഴുതേണ്ടി വരും. പക്ഷേ ഇത്രയും എഴുതി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ എക്സാമിൽ മാക്സിമം എഴുതുന്നത് കുറയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു ഫുൾ എങ്ങനെയാണ് പ്രോസസ്സ് പോകുന്നത് എന്നുള്ളത്, ആ വർക്ക് എങ്ങനെ പോകുന്നുള്ളത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഇതുപോലെ തന്നെ CGLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് ആൻഡ് വരായിരിക്കുന്ന CGL ഇതുപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊരു ക്ലിയർ ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ വർഷം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്കിനി ഓൾമോസ്റ്റ് ഒരു ഫ്യൂ ഡേയ്സ് കൂടെ ഉള്ളൂ എക്സാംസിന്. സോ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഡെയിലി 2 തൊട്ട് 3 മോക്കെങ്കിലും ചെയ്യാൻ നോക്കുക. ആ മോക്കിൻ്റെ മാർക്ക് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. അതിൽ ഓരോ സെക്ഷനിൽ വന്നേക്കുന്ന മാർക്കും അതുപോലെ വന്നേക്കുന്ന മിസ്റ്റേക്സ് നോട്ട് ചെയ്യുക. ആ മിസ്റ്റേക്സിനെ കുറയ്ക്കാൻ നോക്കുക. ബിക്കോസ് നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കൂടുമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് കുറച്ചാലും നമുക്ക് മാർക്ക് കൂടും. ഓക്കെ, സോ ആ നെഗറ്റീവ്സിനെ കുറയ്ക്കാൻ നോക്കുക. അതുകൂടാതെ മാത്സ് നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ ഏറ്റവും വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ആൻഡ് പുതിയ ടോപ്പിക്കിൻ്റെ പുറകെ പോകാതിരിക്കുക. എസ്പെഷ്യലി ആ ടോപ്പിക് ഒട്ടും സ്കോർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സാമിന് വലുതായിട്ട് ചോദിക്കാത്ത ഒരു ക്വസ്റ്റനൊക്കെ ചോദിക്കുന്ന ടോപ്പിക്സ് ആണെങ്കിൽ മാക്സിമം അതിൻ്റെ പുറകെ പോകുക. അല്ലെങ്കിൽ 2 ക്വസ്റ്റനൊക്കെ 2 മാർക്കിൻ്റെ മാത്രമൊക്കെ ഉള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ, ഒരു ക്വസ്റ്റൻ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ടോപ്പിക് ആണെങ്കിൽ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. മാക്സിമം നമുക്ക് പഠിച്ച് കഴിഞ്ഞതിനെ നല്ലപോലെ സ്ട്രോങ് ആക്കാൻ നോക്കുക ഇനിയുള്ള ടൈം. ആൻഡ് ഡെയിലി 2 തൊട്ട് 3 മോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക.
മാർക്ക് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അടുത്ത വർഷത്തെ സീജലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നല്ലൊരു ലോങ് ടൈം, നിങ്ങളിപ്പം ഒരുപാട് പേര് കാണും കോളേജിൽ നിന്ന് ഇപ്പം പാസ് ഔട്ട് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ, അല്ലെങ്കിൽ മേ ബി ഒരു ഗ്യാപ്പ് കഴിഞ്ഞൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു സീജൻ്റെ എക്സാം വളരെ പെട്ടെന്നാണ് വന്നത്, അതുകൊണ്ട് തന്നെ സമയം ഒരുപാട് കിട്ടിയിട്ടില്ലെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു വരുന്ന സീസൺ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്ത് നോക്കുക. അതുകൂടാതെ തന്നെ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് അത് നല്ലപോലെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ബിക്കോസ് നിങ്ങൾക്കറിയാം സീജൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 7,000+ വേക്കൻസിയാണ് എല്ലാ വർഷവും വിളിക്കുന്നത്. പക്ഷേ അതിൽ ഈ വർഷം നമുക്കത് 17,000+ വേക്കൻസി ഉണ്ട്. അതാണ് കിട്ടിയ അഡ്വാൻറ്റേജ്. അടുത്ത വർഷം നമുക്ക് എത്ര ഉണ്ടായിരിക്കും എന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 7,000+ വേക്കൻസി അവിടെയും കാണും. ആൻഡ് നിങ്ങൾക്കറിയാം ഒരുപാട് പോസ്റ്റ് 34 പോസ്റ്റുകൾക്കാണ് വിളിക്കുന്നത്. ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പം അതിലും വളരെ നല്ല പോസ്റ്റുകളുണ്ട്. പലരുടെയും ഡ്രീം ജോബ് ആയിട്ടുള്ള CBI, NI അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ അടക്കമുണ്ട്. സോ ഒരു 1 ഇയർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റിലേക്ക് അതിന് എത്തിച്ചേരാൻ പറ്റും. സോ ആ ഒരു 1 ഇയർ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എസ്പെഷ്യലി ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ കൂടെ ഒക്കെ ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻട്രിയിലും അതിന് വേണ്ടിയുള്ള ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ഈ രീതിയിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും, ലൈക്ക് എന്താ പറയുക, നമ്മൾ ആ ഒരു യൂഷ്വൽ സ്കൂളിലെ കൺവെൻഷണൽ മെത്തേഡ്സും ഫോർമുല മെത്തേഡ്സും ബുക്കിലൊക്കെ ഫോളോ ചെയ്തേക്കുന്ന ഒരുപാട് കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്യുന്നതിന് പകരം വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി അതൊരു ലോങ് ടൈം പ്രാക്ടീസ് ആണ്. നിങ്ങൾക്കറിയാം ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ അത് അത്യാവശ്യം 1 ഇയർ നല്ലപോലെ സമയം എടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം വരയ്ക്കുന്ന സീജലിന് വേണ്ടി കുറച്ചുകൂടി നല്ല ബെറ്റർ പോസ്റ്റൊക്കെ എയിം ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈവൻ കോളേജിലെ ഫൈനൽ ഇയറിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴേ ഒരു കോഴ്സൊക്കെ എടുത്ത് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്ത് ഒരു സൈഡിൽ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ആ വർഷം തന്നെ, ഇനി അടുത്തൊരു വർഷം കൂടി കളയാതെ നിങ്ങൾക്ക് ആ വർഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കുന്ന കോഴ്സ് വെച്ച് ഈ ഒരു എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതേപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ ബാച്ചിലേക്ക്, നിങ്ങളിപ്പം വർക്കിംഗ് ആയാലും ശരി പഠിക്കുന്നവരായാലും ശരി, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ അതുപോലെ തന്നെ ഓഫർ പ്രൈസിലൊക്കെ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇതേപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ഡിസ്കഷൻസ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കും. സോ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നല്ലപോലെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.